ആൾക്കാർ കുറച്ചാവും. ഇവിടെ എനിക്ക് ഇനി ഒരു റൗണ്ടും കൂടി തീർക്കാണ്ടത്രേ. ആ റൗണ്ട് തീർക്കുമ്പോഴത്തേക്ക് സമയമാവും. ഞാൻ ഈ റൗണ്ട് തീർത്തിട്ടേ വരും. പിന്നെ 6 മണിക്ക് മാച്ചും ഇല്ല നമുക്ക്. എടാ ഈ പബ്ജി ഗെയിം കളിക്കുന്നതിനെക്കാട്ടി നല്ലത് കളിക്കുന്നല്ലേ. നീ വേറെ ആരെങ്കിലും വിളിച്ചോ? സന്ധ്യച്ചി, നിങ്ങൾ എന്നാ മനുവിനോട് കളിക്കാൻ വരാൻ വേണ്ടി പറയാ. എടാ മോനെ, എനിക്ക് ഇന്ന് രാത്രി പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. നീ മനുവിന്റെ അച്ഛനോട് പോയിട്ട് പറഞ്ഞേ. നീ മനുവിന്റെ അച്ഛനോട് ചോദിക്കണ്ടേ? നാളെ ചെയ്യാം. ജേട്ടാ, നിങ്ങളൊന്ന് മനുവിനോട് ഒന്ന് കളിക്കാൻ വരാൻ വേണ്ടി പറയാ. ഞാൻ ഹസ്ബൻഡ് കൊള്ളാം. എന്നോട് ചോദിക്കും. മനു, നീ ഒന്ന് വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല എന്നോട് പറഞ്ഞല്ലേ. ചാർജും തീർന്നു. പണ്ടാരം കുറ്റി വെച്ചല്ലോ. കരണ്ടുമില്ലേ? നമുക്കിത് കാര്യം ഡിസ്പ്ലേ അടിച്ചു പോയി. ഫോൺ പോയി. അവനൊക്കെ വന്ന് വിളിക്കുകയും ചെയ്തു. പറഞ്ഞിട്ട് കാര്യമില്ല. ഫോണുമില്ല, വെറുതെ ഇരിക്കണ്ടടാ. കളിക്കാൻ പോയേക്കാം. എത്ര പ്രാവശ്യം വിളിച്ചു പറയാ, അവന് വരുന്ന 1 ലക്ഷം പബ്ജിയിൽ അഡിക്റ്റ് ആയി പോയിടാ. ശരിയാ, കുറെ നാളുകളായി അവൻ എന്റെ വീട്ടിൽ പോയി വന്നിട്ട്. എനിക്ക് ഗെയിമിനൊന്നും അത്ര താല്പര്യമില്ല. എന്റെ അച്ഛനും അമ്മയും എന്നെ അങ്ങനെ ഞാൻ വളർത്തിയത്. എടാ സഞ്ജു, അത് മനു അല്ലടാ. മനു തന്നെടാ. അവന്റെ മനമാരി കാണുമോ? എടാ അതൊന്നും ആയിരിക്കില്ലടാ. എടാ മനു, നീ എന്താ കുറച്ചു നേരമായിട്ട് വരാഞ്ഞ്? ഇനി എന്തായാലും നമുക്ക് കളിച്ചാലോ. നിങ്ങളെല്ലാരും ഓടിക്കോ. ഇത്രയും നാൾ ഫോണിൽ കളിച്ചിട്ട് എന്താ പോലെ. ഇപ്പം കുറച്ച് പുറത്തിറങ്ങി കളിക്കുമ്പോൾ നല്ല ഉന്മേഷം കിട്ടുമല്ലോ. എന്തൊരു ഉന്മേഷം. കൊറേ നാളായാലും നീ പുറത്തുനിന്ന് ഇറങ്ങി കളിക്കാത്തെ. അതിന്റെ ആയിരിക്കും. നാളെ ഇതുപോലെ കളിക്കാട്ടോ നമുക്ക്. ടാറ്റ, നാളെ കാണാം. നാളെ വരണേ. ആ. മൊബൈലിന്റെ ദുരുപയോഗം തടയാനായി 7ാം ക്ലാസ്സിലെ കുട്ടികൾ തയ്യാറാക്കിയ ഹ്രസ്വചിത്രം.